ഇറാൻ തകർന്ന് തരിപ്പണമായി. അമേരിക്ക കയറി അടിച്ച് ചാമ്പലാക്കിയിട്ടേക്കാണ്. 3 ആണവ കേന്ദ്രങ്ങൾ ഏകദേശം തീരുമാനമായെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ഖമനേയിയെ കുറിച്ച് ഇപ്പോഴും വലിയ വിവരങ്ങളൊന്നുമില്ല. പലരും പറയുന്നത് തല അമേരിക്കയിലാണെന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. എന്താണ് ഇനി ഇറാൻ തിരിച്ച് ചെയ്യാൻ പോകുന്നത്? ഖമനയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പുള്ളിക്കാരൻ ഏതോ ഭൂഗർഭ തുരങ്കത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളീനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല. അങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള ടെലിഫോൺ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം വേണ്ടെന്ന് വെച്ചേക്കാണ്. പുള്ളി ഒന്നെങ്കിൽ ഒരു ഏകാന്തവാസത്തിലാണ്, അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ തന്നെ ഇഹലോകവാസം കഴിഞ്ഞിട്ടുണ്ട്. പോയി ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കാര്യം വലിയ രീതിയിലുള്ള ബോംബിങ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള, അതായത് വലിയ രീതിയിൽ ഭൂഗർഭ അറകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇടിച്ചു പൊളിച്ചിട്ടേക്കുക, മൊത്തം ബോംബിട്ട് നശിപ്പിച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ ഖമനേയി ഇനിയിപ്പോൾ ഇറാനിലുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. ഇപ്പോൾ അദ്ദേഹം 3 അനുയായികളെ പ്രഖ്യാപിച്ചതായിട്ട് വാർത്തകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇതും കൂട്ടി വായിക്കുമ്പോൾ ഈ അനുയായികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചാണോ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നാണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി ഉണ്ടായാൽ എന്ത് എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിച്ചു. അത് പ്രകാരമാണ് ഈ അനുയായികളെ 3 പേരെ തിരഞ്ഞെടുത്തത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു, ഈ ഖമനേയുടെ. പക്ഷെ അത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ പടച്ചു വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടുന്ന് വരുന്ന ഏറ്റവും വലിയ സംഗതി നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതായത് അമേരിക്ക അവിടെ 3 ആണവ കേന്ദ്രങ്ങൾ, ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ, അതിപ്പോൾ കറക്റ്റ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇസ്ഫഹാൻ. അപ്പോൾ ഇത് 3ഉം അവർ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർദോ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം, അവിടെ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് അവിടെ ഒരു കുഴപ്പമില്ലെന്നാണ്. അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആണവ വികിരണം ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ കുറെ നോക്കിയതല്ലേ ഈ ഫോർദോ അടിച്ചു കളയാൻ. പക്ഷേ പറ്റില്ലാന്ന് ഇസ്രായേൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് ഭൂഗർഭ അറയിലേക്ക് പോകാനുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ അമേരിക്ക കളത്തിലിറങ്ങി അടിച്ചു കളയാൻ. അമേരിക്ക B2 ബോംബർ വിമാനങ്ങളൊന്നും, അത് വെറുതെ ഒന്ന് അതിൻ്റെ ഒരു പടം കാണിച്ചാൽ മതി. അത് വന്ന് ബോംബിടണ്ട, വെറുതെ ഒരു പടം കാണിച്ചാൽ മതി, നമ്മുടെ പാതി ജീവൻ പോകും. അമ്മാതിരി ഒരു വിമാനമാണ്, ഒരു ത്രികോണാകൃതി. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര നിഗൂഢമായ എന്തൊരു സംഗതി, ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ് എൻ്റെ ഷേപ്പ് തന്നെ. അപ്പോൾ ആ B2 ബോംബർ വിമാനങ്ങൾക്കാണ് 13,600 കിലോ ഭാരമുള്ള ഈ കൂറ്റൻ ബോംബ് വഹിക്കാനുള്ള ശേഷിയുള്ളത്. ഈ പറയുന്ന B2 ബോംബർ വിമാനങ്ങളിൽ നിന്ന് സാധാരണ യുദ്ധവിമാനങ്ങളുടെ 3 മടങ്ങ് വലിപ്പമുണ്ട്. സാധാരണ റൺവേകളിൽ ഇറങ്ങാൻ സാധിക്കില്ല, അമ്മാതിരി വലിപ്പമുള്ളൊരു വിമാനം. അപ്പോൾ അതിൽ ഈ 13,600 കിലോയുള്ള ഈ ബോംബ് വഹിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഫോടനം നടത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഒരു പേലോഡ് ബോംബ് അങ്ങോട്ട് ഇട്ടു എന്നാണ്. പേലോഡെന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് വഹിക്കാവുന്ന മുഴുവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും അങ്ങോട്ട് ഇട്ടു, അത് മൊത്തം തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് അവിടെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, തദ്ദേശവാസികളടക്കം പൂർണ്ണ സുരക്ഷിതരാണ്, യാതൊരു തരത്തിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, എന്താണ് ഈ ഫോർദോയിൽ ഇത്ര വലിയ സംഗതി? അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഇറാൻ സായുധ സേനയുടെ സമാന്തരമായിട്ടുള്ള ഒരു സൈനിക വ്യൂഹമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആണവ കേന്ദ്രമാണ് ഈ ഫോർദോ. അതീവ രഹസ്യമായിട്ട് ഇത് പുറംലോകം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ 2009 മറ്റോ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ചാരന്മാർ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുള്ളത് പുറത്തുവിട്ടു. ഈ ഫോർദോയിൽ ഇതേപോലെ ആണവ റിയാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിനുശേഷം ആണ് ഇവർ ഈ അന്താരാഷ്ട്ര ആണവ ഏജൻസിയോട് ഈ ഫോർദോയിൽ ഇങ്ങനെ ഒരു ആണവ റിയാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചത്. അതുവരെ ഇവർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ഘടനയാണ് പ്രശ്നം. ഈ നമ്മുടെ തെഹ്റാൻ, അതുപോലെയാണല്ലോ ഈ ഇറാൻ്റെ തലസ്ഥാനം, അവിടുന്ന് ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് 100 കിലോമീറ്റർ മാറിയുള്ളൊരു മലനിരകളുടെ ഇടയിലാണ് ഈ ഫോർദോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർദോയിൽ ഈ ആണവ റിയാക്ടർ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങ് ഏതോ മലയുടെ തുരങ്കം ഉണ്ടാക്കി അങ്ങനെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലും, അതായത് ഒരു വിദേശ ആക്രമണമോ വിദേശീയരുടെ സാന്നിധ്യവും പോലും ഉണ്ടാകാത്തക്ക രീതിയിലാണ് അത് സംരക്ഷിച്ചിരിക്കുന്നത്. വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്.
ഏതെങ്കിലും തരത്തിൽ ഒരു ബോംബ് വർഷം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കത്തക്ക തരത്തിലാണ് അതിൻ്റെ ഘടന രൂപീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അവിടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭൂതല മിസൈലുകൾ, അതായത് താഴത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന തരത്തിലുള്ള മിസൈലുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ S-300, നമ്മുടെ S-400 ആണല്ലോ ഇവിടെ. അപ്പോൾ S-300 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് പോയിട്ട് ഈ ഭൂഗർഭ മിസ്ലീഡിങ് ചെയ്യുന്നത് ഇവർക്ക് മാത്രമേ അതിലേക്ക് കടന്ന് ഇങ്ങോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതിന്റെ കൃത്യമായ വിവരം ഇറാന് മാത്രമേ പറ്റൂ. മറ്റാര് കയറിയാലും അത് മിസ്ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതെ, അതായത് പഴയകാല നസീറിന്റെ ഒക്കെ സിനിമയിൽ ഈ നമ്മളിങ്ങനെ തുരങ്കത്തിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ആ രീതിയിൽ ഉള്ള ഒരു തുരങ്കമാണ്. അപ്പോൾ അവിടെ ഇപ്പൊ ഏത് വഴി അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഭാഗം മുഴുവൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ അല്ല, അവിടെ ഈ ആണവ ഇന്ധനം സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് കാര്യമില്ല. കാര്യം അതിനെ കൃത്യമായ അളവിൽ അതിന്റെ ഘടനകളൊക്കെ കൂട്ടി യോജിപ്പിക്കും മാത്രമേ അത് ആണവ ബോംബായി മാറുന്നുള്ളൂ. അപ്പൊ അതുവരെ അത് അങ്ങനെ തന്നെ ഇരുന്ന് അത് എത്ര നാൾ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അല്ല, ഇത് അമേരിക്ക അടിക്കുമെന്ന് ഖമനേയ്ക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് അവിടെ നിന്ന് കടത്തിയെന്നാണ് പറയുന്നത്. അല്ല, പറയുന്നതല്ലേ ഉള്ളൂ. അതങ്ങനെ എളുപ്പത്തിലൊന്നും. കാര്യം ഈ പറയുന്ന സംവിധാനം മുഴുവൻ നിരീക്ഷണത്തിലാണ്, ഉപഗ്രഹ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കറിയാം. അതനുസരിച്ചുള്ള പരിപാടി അവർ ചെയ്യും. ഏതായാലും അവിടെ തന്നെ ഉണ്ടാകണം, ഉണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ ഉണ്ടാകണം. അത് അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഈ ഫോർദോ എന്ന് പറയുന്ന അവിടെ 3000 സെൻട്രിഫ്യൂഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവ റിയാക്ടറിൽ ഈ യുറേനിയം ആണല്ലോ സമ്പുഷ്ടീകരിക്കുക. യുറേനിയം വിഘടിപ്പിച്ചിട്ടാണ് ഈ ആറ്റം ബോംബായിട്ടോ അല്ലെങ്കിൽ എനർജി ആയിട്ടോ മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സെൻട്രിഫ്യൂഗൽ. അപ്പോൾ അത് അങ്ങനെ ഒരു 3000 സെൻട്രിഫ്യൂഗുകൾ സജ്ജീകരിച്ചിരിക്കുന്ന റിയാക്ടറാണ് ഈ പറയുന്ന ഫോർദോയിലുള്ളത്. എന്നാൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് നതാൻസിലെയാണ്. അവിടെ ഈ 3000 അല്ല 50,000 ഉണ്ട് നതാൻസിലും. പക്ഷേ ഈ ഭൂഗർഭ അറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഈ തെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 220 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭൂമിക്കടിയിലുള്ള പരിപാടിയാണ്. പക്ഷെ അവിടെയും ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിലാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആണവ വികിരം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അത് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഈ സമ്പുഷ്ടീകരണ പ്ലാന്റ്, അവിടെ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ആ പ്രദേശത്ത് കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അത്രയും ആശ്വാസം. പക്ഷേ ഇസ്വാഹാൻ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന പേരാണ്. പക്ഷെ അത് ഒരു ഈ ആണവ ബോംബുണ്ടാക്കുന്ന ഒരു സംഗതി അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അവരുടെ ഒരു ഗവേഷണ കേന്ദ്രമാണ്. അതായത് ഇസ്വാഹാൻ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രമാണ് ഇവിടെ. ചൈനയുടെ സഹകരണത്തോടെ ചെയ്യുന്ന പരിപാടിയാണ്. ചൈനയുടെ തന്നെ 3 റിയാക്ടറുകൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, ആറ്റോമിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള 3 റിയാക്ടറുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഏതാണ്ട് 3000 ശാസ്ത്രജ്ഞർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടെയുള്ള ശാസ്ത്രജ്ഞരെ ആയിരിക്കും, അതിൻ്റെ ടോപ്പ് അതോറിറ്റീസിനെ ആയിരിക്കും നേരത്തെ ഇസ്രായേൽ തിരഞ്ഞെടുപ്പിച്ച് സ്കെച്ചിട്ട് തീർത്തത്. അറിയില്ല. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നു ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് അവർ പറയുന്നുണ്ട്. അറിയില്ല. ഏതായാലും ആറ്റം ബോംബ് വെച്ചുള്ള കളിയാണ്, തീ കൊണ്ടുള്ള കളിയാണ് കളിച്ചേക്കുന്നത്. എന്തായി തീരുമെന്ന് അറിയില്ല. ട്രംപ് കളിച്ചത് ചില്ലറ കളിയൊന്നും അല്ല, പണി തന്നെയാണ്. ട്രംപ് അത് പറയുന്നുണ്ട്. കാര്യം ലോകത്ത് ഒരു സേനയും ചെയ്യാത്ത പരിപാടിയാണ് അവർ ചെയ്തത്. അതിനുള്ള ധൈര്യം അവർ കാണിച്ചു. അതിന് അഭിനന്ദനം എന്നൊക്കെയാണ് പറഞ്ഞത്. ട്രംപ് എക്സിൽ കുറിച്ചിരിക്കുന്ന അങ്ങനെയാണ്. എന്തായാലും ഇറാന്റെ പ്രതികരണം വരട്ടെ. ഇറാൻ എന്താണ് അമേരിക്കയ്ക്ക് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.